ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു, നീ കരയണ്ട. രണ്ടാമതൊരു രഹസ്യം പറഞ്ഞു, മോളെ, എന്റെ വാപ്പാടെ തൊട്ടുപുറകിൽ നീയുമുണ്ട്. വാപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വാപ്പയുടെ തൊട്ടുപുറകിൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരിക്കുന്നത് നീയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്ത ഒരു ചിരിയായിരുന്നു. അല്ലാഹുവേ, വാപ്പാനെ വല്ലാതെ സ്നേഹിച്ച മകളാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന്റെ രോഗം കൂടുകയാണ്. പ്രവാചകനൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത പ്രയാസത്തിലായി. പടച്ചവനെ, സ്വഹാബാക്കളൊക്കെ വല്ലാത്ത വിഷമത്തിലാ. അവരൊരിക്കലും മനസ്സിലൊരു സ്വപ്നത്തിൽ പോലും പ്രവാചകന്റെ മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം പ്രവാചകന് നല്ല ആരോഗ്യമുണ്ട്. 63 വയസ്സേ ആയിട്ടുള്ളൂ. പ്രവാചകന് സാധാരണ പനിയല്ലേ. സഹാബത്ത് മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അവസാനം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന്റെ സമയമാണ്. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ആ കാണുന്ന കർട്ടൻ ഒന്ന് മാറ്റി. ആയിഷ, വീടിന്റെ അകത്ത് ജനലിട്ടിരിക്കുന്ന കർട്ടനങ്ങ് മാറ്റുമ്പോ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിനെ നോക്കുകയാണ്. പ്രവാചകന് സ്വഹാബത്തിനെ നോക്കുകയാണ്. സ്വഹാബികൾ പറയുന്നുണ്ട്, പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. അന്ന് വല്ലാത്ത പ്രകാശം. അത് കണ്ടപ്പോ സഹാബത്തിന് സന്തോഷമായി. റസൂലുള്ളാഹിക്ക് ഒരു കുഴപ്പവുമില്ല. കാരണം പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കണ്ടപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷമായി. 17 വഖത്ത് നിസ്കരിക്കാൻ മുത്തുനബി ഇമാമത്ത് നിൽക്കാൻ വന്നിട്ടില്ലല്ലോ. അവസാനം പ്രവാചകന്റെ മുഖം കണ്ടപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷമായി. പ്രവാചകന്റെ പനിയൊക്കെ മാറി. പ്രവാചകൻ നമസ്കരിക്കാൻ ഇനി വരുമല്ലോ. സഹാബാക്കളൊക്കെ വല്ലാത്ത സന്തോഷത്തിലാണ്. പ്രവാചകൻ ഓരോ സഹാബികളെയും ഇങ്ങനെ നോക്കി. എന്നിട്ട് അവിടെ നിന്ന് പുഞ്ചിരിക്കുകയാണ്. പടച്ചവനെ എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടനങ്ങ് തിരിച്ചു പിടിച്ചിടാൻ. അവിടെ നിന്ന് കർട്ടനങ്ങ് തിരിച്ചിട്ടു. സഹാബത്ത് മുഴുവനും പ്രവാചകന്റെ രോഗമൊക്കെ മാറിയെന്ന് കരുതിയിട്ട് എല്ലാവരും പള്ളിയിൽ നിന്ന് പുറത്തുപോയി. ഒരുപാട് ദിവസങ്ങളായി പള്ളിയിൽ തന്നെയാണ്. സഹാബാക്കളൊക്കെ അവരുടെ വീടുകളിലേക്ക് പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ കുടുംബത്തിലേക്ക് പോയി. എല്ലാവരും പോയി കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ഒരു 10 മണി 11 മണി ആ സൂര്യന്റെ ചൂട് വരുന്നതിന് സമയമെടുത്തപ്പോ, ദുഹാന്റെ സമയമെത്തിയപ്പോ 10-11 മണിയായി. അള്ളാന്റെ റസൂലിന് പെട്ടെന്നങ്ങ് പനി കൂടുകയാണ്. പ്രവാചകന് പെട്ടെന്നങ്ങ് പനി കൂടി. അല്ലാഹുവേ, ആയിഷ ബീവിയുണ്ട്, ഫാത്തിമ ബീവിയുണ്ട്. രണ്ടുപേരും മുത്തുനബിയുടെ ചാരത്തിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പെട്ടെന്ന് അവിടെ നിന്ന് രോഗം കൂടുകയാണ്. റബ്ബേ, റസൂലുള്ളാഹി തങ്ങൾക്ക് അവിടെ നിന്ന് പടച്ചവനെ രോഗം കൂടി. അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് എഴുന്നേറ്റ് പറയുകയാ, ആരായാലും തിരിച്ചു പോകുക. എന്റെ വാപ്പയ്ക്ക് സുഖമില്ല. എന്റെ വാപ്പയ്ക്ക് വല്ലാത്ത വേദനയാണ്. എന്റെ വാപ്പ ഉറങ്ങുകയാണ്. നിങ്ങൾ ശല്യം ചെയ്യല്ലേ. നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാര മകൾ അവിടെ നിന്ന് പറയുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു. രണ്ടാമതും സലാം കേൾക്കുകയാണ്. ഫാത്തിമ ബീവി എപ്പോഴും വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. രോഗമാണ്, വേദനയാണ്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും സലാം പറയുമ്പോ റസൂലുള്ളാഹി വിളിക്കുന്നു, മോളെ ഫാത്തിമ, വാതില് തുറക്കുമോളെ. ആരാ വന്നതെന്നറിയുമോ? മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബി
ബീവിയുടെ ചാരത്ത് വന്ന് സലാം പറയുകയാണ്. മുത്തുനബി ചോദിക്കുന്നു, അസ്റായീൽ എന്തിനാ വന്നത്? എന്തിനാ വന്നത്? എന്റെ രോഗസന്ദർശനം നടത്താൻ വന്നതാണോ? എന്നെ കാണാമെന്നതാണോ? അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു പറഞ്ഞു വിട്ടതാണ്, അല്ലാഹു പറഞ്ഞു വിട്ടതാണ്. ഒന്നുകിൽ പടച്ചവരെ അവിടുത്തെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാണ്. അങ്ങ് അനുവാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കാൻ, ഇല്ലെങ്കിൽ അങ്ങയെ കണ്ടിട്ട് തിരിച്ചു പോകാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അനുവാദം കൊടുക്കുകയാണ്. ജിബ്രീലിനെ ഒന്ന് കാണണമെന്ന് തോന്നി, ജിബ്രീലിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീൽ എന്തേ എന്നെ കാണാൻ വരാത്തത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഈ കിടത്തം കാണാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അനുവാദം കൊടുത്തു. അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ കാലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അവിടെ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. പ്രവാചകന് കിടന്നു പിടയുകയാ, അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പിടയുകയാണ്. പടച്ചവരെ, മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുന്നു, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്കുവോ? അസ്റായീൽ വല്ലാതെ വേദനിക്കുന്നു. അസ്റായീൽ ഇത് പറയുന്നത് ആരെന്നറിയോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അസ്റായീലെ വേദനിക്കുന്നു, ഒന്ന് പതുക്കെ പിടിക്കുവോ? മലക്കുൽ മൗത്ത് കരയുന്നു, നബിയേ ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. പടച്ചവരെ, റൂഹ് പിടിക്കുകയാണ്. റസൂലുള്ള എഴുന്നേക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. പ്രവാചകനതാ കിടന്നു വല്ലാത്ത പ്രയാസത്തിലാ. പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് വെള്ളം കോരിയിട്ട് പ്രവാചകൻ മുഖത്തെ കുഴിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, ആയിഷാ ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മരണവേദനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ? ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയുണ്ടോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും എന്തൊക്കെ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. നമസ്കരിക്കാൻ സമയത്തിന് വിളിച്ചാ പോകില്ലല്ലോ, നമസ്കരിക്കാറില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല. തോന്നുന്നത് പോലെ പടച്ചവനെ ഞാനാണ് വലുതെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, ഒരു ദിവസം മരണം തേടി വരുമല്ലോ. ഒരു ദിവസം എന്തായാലും എന്നെ തേടി അസ്റായീൽ വരുമല്ലോ. എന്ത് ചെയ്യും സഹോദരാ? എന്തേ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ, അല്ലാഹുവാണ് പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ സ്വർഗം തുറക്കുന്ന മുത്തുനബിയാ കരയുന്നത്, വെള്ളം കോരി മുഖത്തൊഴിക്കുന്നത്. എന്തിന്റെ പേരില്? മരണവേദന സഹിക്കാൻ കഴിയാതെ, മരണവേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്ന് പിടയുകയാണ്. ആയിഷാ ബീവിയുടെ മടിയിൽ കിടന്ന് റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യയുടെ മടിയിലാ കിടന്നത്. എന്തൊരു ഭാഗ്യമെന്നറിയോ, എന്തൊരു ഭാഗ്യമെന്നറിയോ? ആയിഷാ ബീവിക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു സ്ഥാനമല്ലേ. മുത്തുനബി ആയിഷാ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ആയിഷാ ബീവി തലയെടുത്ത് മടിയിൽ വെച്ചു, വെള്ളം തുണിയിൽ മുക്കിയിട്ട് മുത്തുനബിയുടെ മുഖം തുടയ്ക്കുകയാണ്. ഫാത്തിമ ബീവി എടുത്തിരുന്ന ഉപ്പാന്റെ ശരീരം തടകുകയാ. പടച്ചറബ്ബേ, അവസാനം റസൂലുള്ള എഴുന്നേറ്റു. പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. ആയിഷാ ബീവി റളിയല്ലാഹു തആല മിസ്വാക്ക് എടുത്തിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ മുത്തുനബിയുടെ കൈ അനങ്ങുന്നില്ല, റസൂലുള്ളാഹി തങ്ങളുടെ കൈ ചലിക്കുന്നില്ല. റസൂലുള്ളാഹിയോട് ആയിഷാ ബീവി ചോദിച്ചു, നബിയേ ഞാൻ തേച്ചു തരട്ടെ? നബിയേ അങ്ങയുടെ പല്ല് ഞാൻ പേച്ചു തരട്ടെ? സ്വന്തം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആയിഷാ ബീവിയുടെ കഴുത്തിന്റെ താഴെ ആ നെഞ്ചത്തിങ്ങനെ ചാരിയിരിക്കുമ്പോ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ, മുത്തുനബിയുടെ പല്ല് തേച്ചു കൊടുക്കുകയാ. റബ്ബേ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ
അലൈഹിസ്സലാം അവിടുത്തെ റൂഹുമായിട്ടങ്ങ് പറന്നു പോവുകയാ. അല്ലാഹുവേ, ആ വിളക്കണഞ്ഞു പോയല്ലോ, ആ വിളക്കങ്ങ് അണഞ്ഞു പോയല്ലോ. ആണുങ്ങൾ ആരുമില്ല, ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും മാത്രമാണ് വീടിന്റെ അകത്തുള്ളത്. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആയിഷ ബീവി പറയുന്നുണ്ട്, ആരാ മയ്യത്തെടുത്ത് കിടത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ വഫാത്തായി കിടക്കുമ്പോ ആരാണ് മയ്യത്തെടുത്ത് കിടത്തിയതെന്നറിയില്ല. പടച്ചവനെ, ആയിഷ ബീവിക്ക് ബോധം വന്ന് നോക്കുമ്പോ റസൂലുള്ളാഹിനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാ. റസൂലുള്ളാഹി തങ്ങളെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാ. ആരാ കുളിപ്പിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം. ഈ രണ്ട് മലക്കുകളെ മുത്തുനബിയുടെ ശരീരം എടുത്തുകൊണ്ടുവന്ന് നേരെ കിടത്തുകയാണ്. ഫാത്തിമ ബീവി പറയുന്നു, ഞാനല്ല കിടത്തിയത്. ആയിഷ ബീവി പറയുന്നു, എനിക്കറിയില്ല. മലക്കുകൾ എടുത്തുകൊണ്ടുവന്ന് കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ വീടിന്റെ അകത്തിരുന്നൊരു നിലവിളിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ അകത്ത് നിന്ന് നിലവിളി കേൾക്കുമ്പോ മദീന തേങ്ങുകയാണ്. കേട്ടവർ കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്ത എന്ന വാർത്തയുണ്ടല്ലോ, കാട്ടുതീ പോലെ പടരുമ്പോ അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീണുപോയി. അല്ലാഹുവിന്റെ റസൂൽ വഫാത്ത എന്ന് പറയുമ്പോ ഉസ്മാൻ തങ്ങൾ പിടഞ്ഞു വീഴുകയാ. അലിയാർ തങ്ങൾ നാവ് പൊങ്ങുന്നില്ല, അലിയാർ തങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല. മസ്ജിദ് നബവിയിൽ പലരും തളർന്നു വീണുപോയി. റസൂലുള്ള വഫാത്ത എന്ന് പറയുമ്പോ പടച്ചവനെ, എല്ലാവരും താങ്ങാൻ കഴിയാത്ത വേദനയാണ്.